നിങ്ങൾ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സ്കോട്ട്ലൻഡിലാണെന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിക്കും, ഈ ബ്ലാക്ക് മാജിക്, ഇലുമിനാറ്റി, പിന്നെ ഈ ആദം ജോൺ ഷൂട്ട് ചെയ്തത് അവിടെയല്ലേ, നിനക്ക് അങ്ങനത്തുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന്. പൊതുവെ എനിക്ക് ഈ പ്രേതം ഭൂതം എന്ന് പറയുന്ന കാര്യത്തിലൊന്നും വിശ്വാസം ഇല്ലെങ്കിലും എൻ്റെ ലൈഫിൽ ഞാൻ പ്രേതത്തെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ലണ്ടനിൽ നിന്ന് വന്ന ഒരു സുഹൃത്ത് എഡിൻബ്രയിലേക്ക് ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല, ഇവിടെ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേട്ടിട്ട് ഇതൊന്നും വിശ്വസിക്കാനായിട്ട് ഞാൻ തയ്യാറായിട്ടില്ല അൺടിൽ ഞാൻ ആ എക്സ്പീരിയൻസ് എൻ്റെ മുന്നിൽ കാണുന്നത് വരെ. ഞാൻ ജോലി ചെയ്യുന്നത് എഡിൻബ്രയിൽ നിന്നും 22 മൈൽ അകലെയുള്ള നോർത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. രാത്രി സമയം ഒരു 9-9:30 കാണും. വലത് സൈഡിൽ കടലും ഇടത് സൈഡിലാണെങ്കിൽ കൂരിരുട്ട് നിറഞ്ഞ കാടും അതുപോലെ തന്നെ ഹോണ്ടഡ് ആയിട്ടുള്ള കുറെ പഴയ ബിൽഡിങ്സും ആണ്. എല്ലാ ദിവസത്തെയും പോലെ ജോലിയൊക്കെ കഴിഞ്ഞ് പാട്ടൊക്കെ ഇട്ട് കാറിൽ വളരെ സന്തോഷത്തോടെ വരുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ലാത്ത ആ ഏരിയയിൽ ഞങ്ങളുടെ കാറിന്റെ ഹൈബീം ലൈറ്റിന്റെ കൺവെട്ടത്ത് പെടാത്ത ഒരു ഒബ്ജക്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആ ഒരു രൂപം ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് എടുത്ത് ചാടിയത്. അത്രയും നേരം ഞങ്ങൾ കാണാതിരുന്ന ഗ്രേ കളറിലുള്ള ഒരു രൂപം, അതൊരു നിഴലോ മറ്റൊന്നിന്റെ റിഫ്ലക്ഷൻ ഒന്നുമല്ലായിരുന്നു, ഒരു മനുഷ്യരൂപം തന്നെയായിരുന്നു. ഞങ്ങൾ വ്യക്തമായിട്ട് കണ്ടതാണ്. ആ രൂപം എടുത്ത് ചാടിയതും വണ്ടി വെട്ടിച്ചതും ഞാൻ ഒച്ചത്തിൽ അലറുന്നതും മാത്രമേ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ വണ്ടി നിർത്തി. ഡോറ് തുറന്ന് പുറത്തിറങ്ങി പരിശോധിക്കാനായിട്ട് പോയവരെ ഞാൻ പിടിച്ചു നിർത്തി. കാരണം ഞാൻ അതുപോലെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അറിയാവുന്ന ദൈവങ്ങളെ എല്ലാവരെയും വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും കാറിന് പുറത്തോട്ടിറങ്ങി. കാരണം ഞങ്ങൾക്ക് നോക്കണമായിരുന്നു ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു അപകടമാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ ആ സ്ഥലവും ഞങ്ങളുടെ വണ്ടിയും മൊത്തം അരിച്ചു പെറുക്കിയിട്ടും ഒരാളെയും തട്ടിയതിൻ്റെ മുട്ടിയതിൻ്റെ ആയിട്ടുള്ള ഒരു തെളിവ് പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാഞ്ഞിട്ട് അപ്പം തന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി. പിന്നെ ഞങ്ങളുടെ ശ്വാസം ഒന്ന് നേരെ വീഴുന്നത് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴാണ്. ഞങ്ങൾക്കുണ്ടായ ഈ അനുഭവം നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം. പ്രേതത്തിലോ ഭൂതത്തിലോ മരണത്തിന് ശേഷമുള്ള ലൈഫിലോ വിശ്വാസം ഒന്നും ഇല്ലാതിരുന്ന എനിക്ക് അന്നുണ്ടായ അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ഞങ്ങളുടെ ഒരു തോന്നലായിരുന്നോ അതോ ഇനി ആരെങ്കിലും തോന്നിപ്പിച്ചതാണോ അറിയില്ല.